ഇതെന്ന് പറയുന്നത് നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു നോവൽ ഞാൻ വായിച്ചപ്പോൾ ഉണ്ടായിരുന്നു, മാംഗോസ്റ്റിൻ്റെ ചുവട്ടിലിരുന്നെങ്കിലേ കഥ എഴുതും. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ബീച്ച് റോഡിൻ്റെ ഭാഗത്താണ്. നമ്മൾ ബീച്ച് റോഡിലോട്ട് പോകുന്ന വഴിക്ക് ഹാഷിം എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ മാംഗോസ്റ്റിയുടെ കച്ചവടത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കച്ചവടത്തെക്കുറിച്ചും ഇതിൻ്റെ വിലയെക്കുറിച്ചൊക്കെ നമുക്ക് ചേട്ടനോട് തന്നെ സംസാരിക്കാം. ചേട്ടൻ്റെ കറക്റ്റ് സ്ഥലം എവിടെ? എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് കുടുംബ വീട് TKM കരിക്കോട്. പിന്നെ ഞാൻ താമസിക്കുന്നതെന്ന് പറയുന്നത് വെളിച്ചിക്കാല എന്ന് പറയുന്ന സ്ഥലത്ത് പോകാൻ കഴിച്ച് അവിടെയാണ് ഇപ്പോൾ താമസം. അപ്പോൾ ഈ കച്ചവടം തുടങ്ങിയിട്ട് എത്ര നാളായി? ഈ കച്ചവടം തുടങ്ങിയിട്ട് ഏതാണ്ട് ഈ ഫുട്പാത്ത് ബിസിനസ് ചെയ്യാൻ കൊച്ചിയിൽ തുടങ്ങിയ സ്റ്റാർട്ടിങ് പൊന്നൂരാണ്. പിന്നെ ഇടയ്ക്ക് വെച്ച് നിർത്തി വെച്ചിരുന്ന് പല പല മേഖലകളിലും നമ്മൾ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടിന്യൂ ആയിട്ട് ഒരു 6-7 വർഷം കൊണ്ട് ഇതിൻ്റെ പരിപാടിയാണ്, ഓരോ സീസൺ അനുസരിച്ച്. ഇപ്പം മാംഗോസ്റ്റിന് ഇനിയിപ്പോൾ റംബോട്ടൻ വരുന്നുണ്ട്, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു പഴമുണ്ട്, അതൊക്കെ വിറ്റായിരുന്നു. പിന്നെ മാംഗോ, അങ്ങനെ ഓരോരോ സീസൺ അനുസരിച്ച് ഇങ്ങനെ പോകുന്നു. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടം ഇപ്പോൾ ഇച്ചിരി ഡള്ളാണ്, കാരണം എന്താ പറയുക, ഇപ്പോൾ മഴ സമയമല്ലയോ. പിന്നെ അത് മാത്രമല്ല, ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഇനി മൊത്തത്തിൽ സീസണായി വരണമെങ്കിൽ 2 മാസം എടുക്കും. ഇപ്പോൾ ആദ്യമായിട്ട് ഏതൊരു പഴമായാലും മാങ്ങ ആയാലും ആ വില കൂടുതലാണ്. ഇപ്പം ഫസ്റ്റ് ക്വാളിറ്റി സാധനം എന്ന് പറയുന്നത് 400 രൂപ ഇപ്പം വിൽക്കണം. പിന്നെ ഒരുവിധം വിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ 2 മാസം കഴിയുന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് വില ഇച്ചിരി താഴും, അപ്പോഴത്തേക്ക് എല്ലായിടത്തും ആവും. ഇപ്പോഴെന്ന് പറയുന്നത് ഇത് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് കോന്നി റാന്നി എന്നൊക്കെ പറയുന്ന സ്ഥലത്തു നിന്നാണ് എടുത്തുകൊണ്ട് വരുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു ഔഷധ ഗുണമുള്ള പഴമാണ്. ഇത് അറിയാവുന്നവരും വാങ്ങുന്നവരുമാണ് സ്ഥിരം വാങ്ങുന്നത്. കാരണം എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരന് 400 രൂപ മുടക്കി മേടിക്കാൻ പറ്റത്തില്ല. 3-4 വയറുണ്ടെങ്കിൽ എങ്ങനെയായാലും അവത്യങ്ങളെല്ലാം അവിടെ നിന്ന് ചായച്ച് കിടത്താൻ നോക്കും. 400 രൂപയ്ക്ക് വല്ല അരിയോ മരച്ചീനിയോ വല്ല 100 രൂപയുടെ മീനോ ഒക്കെ മേടിച്ച് കിടക്കും. ഇതെന്ന് പറയുന്നത് മേടിച്ച് ഉപയോഗിക്കുന്നവരാണ് ഇത് മേടിക്കുന്നത്, കാരണം ഇതിൻ്റെ ഗുണങ്ങൾ അവർക്കറിയാം. ഒരു ഔഷധ ഗുണമുള്ള പഴമാണ്. കിലോയ്ക്ക് 1 കിലോ ഇപ്പം 400 രൂപ ഫസ്റ്റ് ക്വാളിറ്റി. പിന്നെ സെക്കൻഡ് ക്വാളിറ്റി ഉണ്ട്, അതായത് വളരെ ചെറുതാണ്. അതെന്ന് പറയുമ്പോൾ 300 രൂപയ്ക്ക് വരെ കൊടുക്കാം. പക്ഷേ അത് തോട് മാത്രമല്ലേ ഉള്ളൂ, പഴം കുറച്ചായിരിക്കും. ഇപ്പോൾ വലിയ പഴം അറിയാവുന്നവർ മേടിക്കത്തുള്ളൂ. ഇതെന്ന് പറയുന്നത് നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു നോവൽ ഞാൻ വായിച്ചപ്പോൾ ഉണ്ടായിരുന്നു, മാംഗോസ്റ്റിൻ്റെ ചുവട്ടിലിരുന്നെങ്കിലേ കഥ എഴുതും. പുള്ളി എന്ന് പറയുന്നത് ലോഡ്ജ് കോർ നടക്കും, പക്ഷേ അവിടെ നിന്നെല്ലാം ഇങ്ങനെ ഓരോ തുരുവിച്ചിട്ട് പുള്ളി വീട്ടിൽ വന്നിരുന്നാണ് കഥ എഴുതുന്നത്. എൻ്റെ കാരയുണ്ടായിരുന്നു, പാത്തുമ്പോടാണ് ഇതൊക്കെ. പിന്നെ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന കഥയുടെ സുൽത്താൻ എഴുതിയ മാംഗോസ്റ്റിൻ്റെ ചുവട്ടിലിരുന്ന അതേ മാംഗോസ്റ്റിൻ പഴമാണിത്.